Hi all, welcome back to a new video. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് Motorola Moto G67 പവർ എന്ന ഫോണിനെ കുറിച്ചിട്ടാണ്. ഫോണിന്റെ പേരിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പവർ എന്ന വേർഡ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. 7000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെഗ്മെന്റിലെ മറ്റു ഫോണുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 7000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലോങ് ലൈഫ് കിട്ടുന്ന ഒരു ബാറ്ററിയാണ്. ഇതിന്റെ കമ്പനി അവകാശപ്പെടുന്നത് 7000 mAh ബാറ്ററി കൊണ്ട് നമുക്ക് 2 ദിവസത്തിലധികം നോർമലി നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഫോണിന്റെ മറ്റു ബേസിക് ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഫോണിന്റെ വെയിറ്റ് വരുന്നത് 210 ഗ്രാം ആണ് വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഫോണിന്റെ തിക്നെസ് വരുന്നത് 8.6 mm ആണ് തിക്നെസ് വരുന്നത്. Android 15 ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. ഫോണിന്റെ സ്റ്റോറേജ് നോക്കുമ്പോൾ 128 GB 256 GB സ്റ്റോറേജുകളിലാണ് ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോണിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള SD കാർഡ് സ്ലോട്ട് നൽകിയിട്ടില്ല. ഫോണിന്റെ സ്ക്രീൻ സൈസ് നോക്കുന്ന സമയത്ത് 6.72 ഇഞ്ചിന്റെ സൈസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫോണിന്റെ ക്യാമറ വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. മറ്റ് ബേസിക് ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഫോണിന്റെ റാം സൈസ് വരുന്നത് 8 GB റാം ആണ് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൻ ഫീച്ചർ ആയിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ വരുന്നത് ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. 7000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങുമാണ് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ നോക്കുന്ന സമയത്ത് ഫോണിന്റെ പ്രൈസ് ഏകദേശം ഇന്ത്യയിൽ വരുന്നത് 14,000 രൂപയാണ് പ്രൈസ് വരുന്നത്. 14,000 14,500 ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഫോണിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ലോങ് ലൈഫ് നമുക്ക് ബാറ്ററി കപ്പാസിറ്റി ആയിട്ടുള്ള ഒരു ഫോണ് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണാണിത്. മറ്റു ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഒന്നും കൂടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി ലൈഫാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കി നോക്കാം. ഫോൺ ലോഞ്ച് ചെയ്യുന്നത് 2025 നവംബർ മാസത്തിലാണ്. ഫോണ് 5G ഫോണാണ്. 5G എനേബിൾ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതുപോലെ തന്നെ ഫോണിന്റെ ബോഡി നോക്കുന്ന സമയത്ത് ഫോണിന്റെ തിക്നെസ് വരുന്നത് 8.6 mm തിക്നെസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഫോണിന്റെ വെയിറ്റ് വരുന്നത് 210 ഗ്രാം ആണ് ഫോണിന്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ഒക്കെ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ഡിസ്പ്ലേന്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. സൈസ് 6.72 ഇഞ്ച് സൈസ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. റെസൊല്യൂഷൻ നോക്കുമ്പോൾ 1080x2400 പിക്സലാണ് ഇതിന്റെ റെസൊല്യൂഷൻ വരുന്നത്. 20:9 ആസ്പെക്ട് റേഷ്യോ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗോറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. Android 15 ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെമ്മറിയിലോട്ട് നോക്കുമ്പോൾ SD കാർഡ് സെപ്പറേറ്റ് SD കാർഡിന് സ്ലോട്ട് നൽകിയിട്ടില്ല ഈ ഫോണിൽ. ഇന്റേണൽ സ്റ്റോറേജ് 128 GB 8 GB റാമിലും 256 GB 8 GB റാമിലുമാണ് ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. മെയിൻ ക്യാമറ നോക്കുമ്പോൾ ഡ്യുവൽ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 50 MB ക്യാമറയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 8 MB അൾട്രാ വൈഡ് ക്യാമറയും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറ വരുന്ന സമയത്ത് 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചാർജിങ്ങിന്റെ സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് Type-C ആണ് USB വരുന്നത്. അതുപോലെ ഫിംഗർ പ്രിന്റ് സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഫിംഗർ പ്രിന്റിന്റെ കൊടുത്തിട്ടുള്ളത്. ബാറ്ററി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫോണിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റിയാണ്. 7000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 30 വാട്ടിന്റെ വയർഡ് ചാർജിങ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഫോണിന്റെ കളർ വരുന്ന സമയത്ത് ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ കളറുകളിലാണ് ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 14,500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഓവറോൾ ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് മറ്റു ബാക്കിയുള്ള ക്യാമറ സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് അതുപോലെ തന്നെ വീഡിയോന്റെ സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് 4K at 30 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. മറ്റു ബാക്കിയുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറവാണെങ്കിലും ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇവർ പറയുന്നത് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റിയാണ്. 2 ദിവസത്തിലധികം നമുക്ക് ഷുവറായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കമ്പനി നമുക്ക് വാഗ്ദാനം നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡെയിലി യൂസ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ വലിയൊരു പ്രൈസ് റേഞ്ചിലുള്ള ഫോണൊന്നും നോക്കുന്നില്ല. എന്നാൽ നമുക്ക് അത്യാവശ്യം ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ഉള്ള നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഡ്യൂറേഷൻ കിട്ടുന്ന ഒരു ഫോണാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ തികച്ചും വർത്ത് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് Motorola Moto G67 പവർ ഫോൺ. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു all of you.